ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഷേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതുവരെ എടുത്തത് എക്സഗണൽ നട്ട്, എക്സഗണൽ ബോൾട്ട്, ദെൻ സ്ക്രൂ ത്രെഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്, ഒരു നട്ട് ബോൾട്ടിൻ്റെയൊക്കെ, അതുമാതിരി ഏത് പ്രൊസീജിയർ വെച്ചിട്ടാണ് അത് ഡ്രോയിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിന് ഹെക്സഗണൽ ബോൾട്ട് എടുത്തിരുന്നു. അതിന് ടെർമിനോളജീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വാഷേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ വരച്ചിട്ടുണ്ടാവും എല്ലാവരും ഹെക്സഗണൽ ബോൾട്ട് എങ്ങനെ കറക്റ്റായിട്ട് പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപ്രകാരം നിങ്ങൾ എല്ലാവരും വരച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജീസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതൊരു ബോൾട്ട് ആണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഹെക്സഗണൽ ബോൾട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ബോൾട്ടിൻ്റെ ഹെഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ബോൾട്ടിൻ്റെ ഹെഡ്, ദെൻ ഇത് ഷാങ്ക്. ഓക്കെ, ഷാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി, അതായത് ലെങ്ത്തിൽ വരുന്ന ആ ഒരു പോർഷൻ ബോൾട്ടിൻ്റെ ഹെഡ് കഴിഞ്ഞിട്ട്. ഇത് റൺ ഔട്ട് ലൈന്. ഓക്കെ, തിൻ ലൈനായിട്ട് വരച്ചിട്ടുള്ള റൺ ഔട്ട് ലൈന്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, റേഡിയസിൻ്റെ എൻഡ് വരും, അതായത് ബോൾട്ടിൻ്റെ എൻഡിൽ ഒരു റേഡിയസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത്രയും ലെങ്ത്താണ് ത്രെഡ് ലെങ്ത്ത്. ദെൻ ത്രെഡ് ലെങ്ത്ത് പ്ലസ് ഈ ഷാങ്കും കൂടി കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്, ഈ ബോൾട്ട് ലെങ്ത്ത് എൽ വരുന്നത്. ഓക്കെ, ടോട്ടൽ ബോൾട്ട് ലെങ്ത്ത് എൽ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് ത്രെഡ്, അതായത് ഇവിടെയാണ് ത്രെഡിൻ്റെ ആ ഒരു എൻഡ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ചാംഫർ ലൈന്. നമ്മൾ വരയ്ക്കുമ്പോൾ പറഞ്ഞത് 30 ഡിഗ്രിയിലൊരു ചാംഫർ ലൈന് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ചാംഫർ ലൈന്. പിന്നെ ടോപ്പ് വ്യൂ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി അതിൻ്റെ സൈഡ് വ്യൂവിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചാംഫർ സർക്കിൾ സൈഡ് വ്യൂവിൽ കാണുന്നത്, പിന്നെ ദെൻ മൈനർ ഡയമീറ്റർ, ദെൻ മേജർ ഡയമീറ്റർ. നമ്മൾ പറഞ്ഞിരുന്നു മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണുക എപ്പോഴും എന്തായിരിക്കും, ഒരു 3/4 3/4 പോർഷൻ, അല്ലെങ്കിൽ ഫുൾ പോർഷൻ നമുക്ക് കാണില്ല. അതുകൊണ്ടാണ് മൈനർ ഡയമീറ്റർ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു 3/4 ആയിട്ട് വരച്ചിട്ടുള്ളത്. മേജർ ഡയമീറ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബോൾട്ടിൻ്റെ ടെർമിനോളജിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും വരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ നെറ്റ് വരച്ച് ഒരു എക്സ്പീരിയൻസ് ആവണം. അതായത് നെറ്റ് വരയ്ക്കാനുള്ള കറക്റ്റ് പ്രൊസീജിയർ മനസ്സിലായി കഴിഞ്ഞാലാണ് ബോൾട്ട് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് നെറ്റ് വരയ്ക്കുന്ന ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ബോൾട്ട് കൃത്യമായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് കറക്റ്റ് ടൂൾസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ എക്സാമിനേഷൻ ഇത് ഈ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യന് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഈ എക്സഗണൽ നട്ട്, എക്സഗണൽ ബോൾട്ട്, അങ്ങനത്തെ ഡ്രോയിങ്ങുകൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് വാഷേഴ്സ്. വാഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം, അതിൻ്റെ ഫങ്ഷൻ എന്താ നോക്കാം. എ വാഷർ ഈസ് എ circular piece of metal placed below the nut to provide a smooth bearing surface when the seating of the nut is rough. അതായത് ഒരു വാഷർ എന്ന് പറഞ്ഞാൽ സർക്കുലർ പീസ് ഓഫ് മെറ്റലാണ്. അതായത് ഒരു മെറ്റലിൻ്റെ ഒരു സർക്കുലർ പീസാണ് നമ്മൾ വാഷർ എന്ന് വിളിക്കുക. അങ്ങനത്തെ ഒരു റൗണ്ടഡ് ഒരു മെറ്റീരിയൽ, റൗണ്ടഡ് പീസ് ഓഫ് മെറ്റീരിയൽ. അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേസ്ഡ് ബിലോ ദി നട്ട്, അതായത് നട്ടിൻ്റെ അടിയിൽ പ്ലേസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊവൈഡ് എ സ്മൂത്ത് ബിയറിംഗ് സർഫസ് വെൻ ദ സീറ്റിംഗ് ഓഫ് ദ നട്ട് ഈസ് റഫ്. അതായത് നട്ടിൻ്റെ സീറ്റിങ് റഫായിട്ട് വരുമ്പോൾ നമ്മളവിടെ ഒരു എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ബിയറിംഗ് സർഫസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഷർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വാഷറിൻ്റെ
ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വാഷർ ഈസ് എ സർക്കുലർ പീസ് ഓഫ് മെറ്റൽ പ്ലേസ് ബിലോ ദി നട്ട് ടു പ്രൊവൈഡ് എ സ്മൂത്ത് ബിയറിംഗ് സർഫസ് വെൻ ദ സീറ്റിംഗ് ഓഫ് ദ നട്ട് ഈസ് റഫ്. അതായത് ഒരു സർക്കുലർ ടൈപ്പ് മെറ്റൽ പീസാണ് ഈ വാഷർ എന്ന് പറഞ്ഞാൽ. അത് നെറ്റിൻ്റെ അടിയിൽ ബിയറിംഗ് സർഫസിന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് വാഷേഴ്സ് ഉള്ളത് നോക്കാം. അതായത് ദി ഫോളോവിങ് ആർ ദി കോമൺ ടൈപ്സ് ഓഫ് വാഷേഴ്സ്. അതായത് പ്ലെയിൻ വാഷറുണ്ട്, ഫസ്റ്റ് വൺ പ്ലെയിൻ വാഷർ, ദെൻ ചാംഫേർഡ് വാഷർ. ഒന്ന് പ്ലെയിൻ വാഷർ, ദെൻ ചാംഫേർഡ് വാഷർ. ഇങ്ങനെ രണ്ട് ടൈപ്പ് വാഷേഴ്സാണ് കോമൺലി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരുന്നത് നോക്കാം. പിന്നെ അതിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫിഗറിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതാണ് പ്ലെയിൻ വാഷർ, രണ്ടാമത് കാണിച്ചിട്ടുള്ളതാണ് ചാംഫേർഡ് വാഷർ. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്സ് ഓഫ് വാഷേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോന്നിനും എന്തുണ്ട്, ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വാഷേഴ്സ് വരയ്ക്കാൻ. അപ്പോൾ ഇതിൽ വാഷേഴ്സിൻ്റെ ജസ്റ്റ് സൈഡ് വ്യൂവും ഒരു ഫ്രണ്ട് വ്യൂ ഇതിൽ കാണിച്ചിട്ടുണ്ട്, രണ്ട് ടൈപ്പ് വാഷേഴ്സിൻ്റെയും. അപ്പോൾ രണ്ടും നോക്കുക. അതായത് ഫസ്റ്റ് വാഷർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D3 ആയിരിക്കും. ഇനി D3 എന്താണ്, D1 എന്താ, D2 എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ പ്രൊപ്പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D2 ആണ്, ദെൻ ഇന്നർ ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D3 ആണ്, ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D2 ആണ്. അതിൽ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D+3 ആയിരിക്കും. അതായത് ഇതിൻ്റെ അത് കറക്റ്റ് പ്രൊപ്പോർഷൻസ് വെച്ച് വരച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.12D. ഓക്കെ, ദെൻ ഇവിടെ തിക്നെസ് T ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2D+3. ഇവിടുത്തെ ഈ ആംഗിൾ ചാംഫേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. പിന്നെ 0.12D അത് ചാംഫേർഡിൽ. ഓക്കെ, ചാംഫേർഡിലാകുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് പ്ലെയിനായിട്ട് ഇവിടെ കട്ടിങ് വരുന്നതിന് പകരം ഇവിടെ ചാംഫേർഡ് ആയിട്ടുള്ളതാ വരിക. ഓക്കെ, ദെൻ ഇന്നർ ഡയമീറ്റർ D2. ഓക്കെ, ചാംഫേർഡിൽ ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D2. അപ്പോൾ ഇത്രയും ഈ രണ്ട് ടൈപ്സ് ഓഫ് വാഷേഴ്സാണ് ജനറലി നമുക്ക് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഫിഗേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇതിൽ പ്ലെയിൻ വാഷറിൻ്റെ പ്രൊപ്പോർഷൻസാണ് ഇവിടെ കാണിച്ചിരുന്നത്. അതായത് ഇന്നർ ഡയമീറ്റർ ഓഫ് ദി വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D2 = 1D + 0.5 mm. ഓക്കെ, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദി വാഷർ എന്ന് പറഞ്ഞാൽ D3 = 2D + 3 mm. ദെൻ തിക്നെസ് ഓഫ് ദി വാഷർ എന്ന് പറഞ്ഞാൽ T = 0.12D. അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചാംഫേർഡ് വാഷറിൽ ആംഗിൾ ഓഫ് ചാംഫർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. ഓക്കെ, അത്ര വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള അളവുകളൊക്കെ D2 D3 ഒക്കെ സെയിം ആയിട്ട് എടുക്കുക. അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് വരുന്നത്. ഇതിൽ നിങ്ങളൊരു D = ഒരു 12 mm ഒക്കെ ആക്കിയിട്ടുള്ള ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാഷറിൻ്റെ എന്ത് ചെയ്യുക, ഈ പ്രൊപ്പോർഷൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വരച്ച് നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.